In the last video, we learned finite and non-finite verbs. Today, we will use that idea to understand phrases and clauses. ഇവിടെ 6 സെന്റൻസ് എഴുതിയിട്ടുണ്ട്. നോക്കൂ. He sells books to earn a living. 2 പാർട്ട് എടുത്തിരിക്കാം. He sells books. 2 to earn a living. Subject finite verb. This is a clause. To earn a living, no finite verb. ഇവിടെയുള്ള verb to earn ആണ്, അത് നോൺ ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിനകത്ത് ഫൈനൈറ്റ് വെർബ് ഒരിക്കലും ഉണ്ടാവില്ല. നോൺ ഫൈനൈറ്റ് വെർബ് ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. ഇതൊരു ക്ലോസ് ആണ്. സബ്ജക്റ്റും ഫൈനൈറ്റ് വെർബും മസ്റ്റ് ആണ്. ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നത് ഒരു ക്ലോസിന്റെ ഹാർട്ട് ബീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. സെല്ലിംഗ് ബുക്സ് ഹി ഏൺസ് എ ലിവിങ്. സെല്ലിംഗ് ബുക്സ് ഇതൊരു പാർട്ടിസിപ്പിൾ മാത്രമാണ്, വെർബാണ് തീർച്ചയായും. ഇത് ഫ്രേസ് ആണ്. ഹി ഏൺസ് എ ലിവിങ്. ഹി സബ്ജക്റ്റ് ആണ്, ഏൺസ് ഫൈനൈറ്റ് വെർബാണ്, ക്ലോസ് ആണ്. He sells books so that he can earn a living. He sells books part 1. നോക്കൂ, ഇതിനകത്ത് സബ്ജക്റ്റും ഫൈനൈറ്റ് വെർബും ഉണ്ട്, ക്ലോസ്. So that he can earn a living. ഇതിനകത്ത് ഹീയും ക്യാൻ ഏണുമാണ്. ഇതൊരു മോഡൽ ഓക്സിലറി ആണ്, ഫൈനൈറ്റ് ആണ്. ഇത് രണ്ടും ഫൈനൈറ്റ് വെർബാണ്. സോ ദാറ്റ് ഇവിടെ ഒരു സബോർഡിനേറ്റർ ആണ്. ഈ ക്ലോസിനെ ഇതിനോട് യോജിപ്പിക്കുകയാണ്. അത് 2 ക്ലോസ് ഉണ്ട്. Having sold all his books, he returns home in the evening. Having sold all his books ആണ് part 1. ഇതൊരു പാർട്ടിസിപ്പിൾ ചെയിൻ ആണ്. നോക്കൂ, രണ്ടും പാർട്ടിസിപ്പിൾസ് ആണ്, പ്രസന്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് ആണ്. ഇല്ലെങ്കിൽ ഒരു നോൺ ഫൈനൈറ്റ് ചെയിൻ ആണ്. സോ ദാറ്റ് ഇറ്റ്സ് എ ഫ്രേസ്. ഹി റിട്ടേൺസ് ഹോം ഇൻ ദി ഈവനിങ്. സബ്ജക്റ്റും ഫൈനൈറ്റ് വെർബും ഉണ്ട്, ക്ലോസ് ആണ്. ഹി ഹാസ് ബീൻ ട്രാവലിംഗ് ഓൾ ഡേ ആൻഡ് ഈസ് വെരി ടയർഡ് നൗ. നോക്കൂ, ഹി ഹാസ് ബീൻ ട്രാവലിംഗ് ഓൾ ഡേ ആണ് പാർട്ട് 1. നോക്കൂ, ഇവിടെ ഹാസ് ബീൻ ട്രാവലിംഗ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ടെൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഫൈനൈറ്റ് വെർബാണ്. ഹാസിന് ടെൻസ് ഉണ്ട്. ബീനും ട്രാവലിംഗും പാർട്ടിസിപ്പിൾസ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹാസിന്റെ പ്രസന്റ്നെസ് ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഫൈനൈറ്റ് വെർബ് ഹാസ് ബീൻ ട്രാവലിംഗ് ആണെന്ന് നമുക്ക് പറയാം. നോക്കുള്ളൂ, ആൻഡ് ഈസ് വെരി ടയർഡ് നൗ. ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് ആണ് ഇവിടെ. ഈസ് ബിയുടെ പ്രസന്റ് ടെൻസ് വെർബാണ്. സോ ഇതും ഒരു ക്ലോസ് ആണ്. അപ്പൊ ഇതിനകത്ത് 2 ക്ലോസ് ഉണ്ട്. ആൻഡ് കൊണ്ട് ഈ 2 ക്ലോസുകളെ യോജിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഹി അണ്ടർസ്റ്റുഡ് ആണെന്ന് നമുക്കറിയാം. അടുത്ത, ഇഫ് ഹി വർ റിച്ച് ഹി വുഡ് സ്റ്റാർട്ട് എ ബുക്ക് സ്റ്റാൾ. നോക്കൂ, ഇത് സബ്ജക്റ്റീവ് മൂഡാണെന്ന് നിങ്ങൾ പഠിച്ചു. ഹീയുടെ കൂടെ വേറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ഇമാജിനറി ഓർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. തീർച്ചയായിട്ടും നോക്കൂ, ഇത് ഫൈനൈറ്റ് വെർബാണ്. അതുകൊണ്ട് ഇത് ക്ലോസ് ആണ്. ഹി വുഡ് സ്റ്റാർട്ട് എ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്നത് വുഡ് സ്റ്റാർട്ട് വെർബാണ്, ഫൈനൈറ്റ് വെർബാണ്. ഇതും ക്ലോസ് ആണ്.